വളരെ തിരക്കുപിടിച്ച ദിവസമായിരുന്നു അന്ന്. സാവിത്രി ജോലി സ്ഥലത്തു നിന്നും കൃത്യം 5:30 തന്നെ ഇറങ്ങി. വീട്ടിൽ തന്റെ മകൻ സ്കൂളിൽ നിന്നും വന്നിട്ടുണ്ടാവും. തന്നെയും കാത്തിരിക്കുന്ന മകന്റെ അടുത്തേക്ക് അവൾ ധൃതിയിൽ വണ്ടി കയറി. വീടിന്റെ ഉമ്മറപ്പടിയിൽ തന്റെ മകൻ കണ്ണൻ അവളെ കാത്തിരിക്കുന്നത് സാവിത്രി കണ്ടു. അമ്മയെ കണ്ടപ്പോൾ അവനും ഒരുപാട് സന്തോഷമായി. ഇരുവരും അന്ന് നടന്ന വിശേഷങ്ങൾ പരസ്പരം സംസാരിച്ചു. അപ്പോഴാണ് കണ്ണൻ നാളെ ക്ലാസ്സിൽ നടക്കാൻ പോകുന്ന മത്സരത്തെക്കുറിച്ച് പറയുന്നത്. അമ്മേ, നാളെ എൻ്റെ ക്ലാസ്സിൽ ഒരു മത്സരം വെച്ചിട്ടുണ്ട്. എല്ലാവരും തങ്ങൾക്ക് ഇഷ്ടമുള്ള വേഷത്തിൽ വരാമെന്നു മാത്രമല്ല, ആ വേഷത്തെക്കുറിച്ച് എല്ലാവരുടെയും മുമ്പിൽ വന്ന് 4 വാക്ക് സംസാരിക്കുകയും വേണം. വിജയിക്കുന്നവർക്ക് സമ്മാനവും ഉണ്ടെന്നാണ് മാഷ് പറഞ്ഞത്. ഇത് കേട്ടതും അമ്മയ്ക്ക് കൗതുകമായി. ആഹാ, കൊള്ളാലോ! എൻ്റെ മോനും നല്ലൊരു വേഷം ധരിച്ചു പോകണം. സമ്മാനം എൻ്റെ മോന് തന്നെ കിട്ടും. ആട്ടെ, നീ എന്തു വേഷമാണ് ഇടാൻ പോകുന്നത്? ഇതു കേട്ട കണ്ണൻ പറഞ്ഞു, അമ്മേ, എനിക്ക് അച്ഛൻ്റെ പോലീസ് യൂണിഫോം തരാമോ? എനിക്ക് വലുതാകുമ്പോൾ അച്ഛനെ പോലെ ഒരു പോലീസ് ഓഫീസർ ആകണം എന്നാണ് ആഗ്രഹം. അതാണ് ഞാൻ നാളെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. എന്നാൽ ഇതെല്ലാം കേട്ടുനിന്നതല്ലാതെ സാവിത്രി യാതൊന്നും മിണ്ടിയില്ല. അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. 5 വർഷങ്ങൾക്ക് മുൻപാണ് സാവിത്രിയുടെ ഭർത്താവ് മരിക്കുന്നത്. അന്നുകാലത്ത് ഡ്യൂട്ടിക്ക് സാവിത്രിയോടും മകനോടും യാത്ര പറഞ്ഞു പോയതാണ് അദ്ദേഹം. പിന്നീട് മരിച്ചു എന്ന് വാർത്തയാണ് ആ കുടുംബം ഞെട്ടലോടെ അറിഞ്ഞത്. ദുരൂഹമായ അയാളുടെ മരണം ആ അമ്മയെയും മകനെയും വല്ലാതെ തളർത്തി. അച്ഛനില്ലാത്ത കുഞ്ഞിനെ അവൾ മറ്റാരുടെയും തുണയില്ലാതെ ജോലി ചെയ്തു വളർത്തി. ഇന്ന് തൻ്റെ മകൻ ആഗ്രഹിക്കുന്നത് അവൻ്റെ അച്ഛനെ പോലെ ഒരു പോലീസ് ഓഫീസർ ആകണമെന്നതാണ്. അദ്ദേഹത്തിനുണ്ടായതുപോലുള്ളൊരു മരണം തൻ്റെ മകനും ഉണ്ടാകുമോ എന്നുള്ള ഭയം ആ അമ്മയെ വല്ലാതെ തളർത്തി. സാവിത്രി മകനെക്കുറിച്ച് ചിന്തിച്ച് അങ്ങനെ ഇരുന്നു. അമ്മ എന്താണ് ആലോചിക്കുന്നത്? അമ്മ എപ്പോഴും പറയാറില്ലേ അച്ഛനൊരു ധീരനും സത്യസന്ധനുമായ ഓഫീസർ ആയിരുന്നു എന്ന്? ഞാനും ഒരു നാൾ അതുപോലെ ഒരു ഓഫീസർ ആകും. പിന്നീട് അമ്മയ്ക്ക് ഒരു പേടിയുമില്ലാതെ ജീവിക്കാം. എനിക്ക് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ഞാൻ ചോദിക്കുന്നത്. എനിക്ക് നാളെ സ്കൂളിൽ പോകുമ്പോൾ അച്ഛൻ്റെ യൂണിഫോം തരുമോ? അവൻ അമ്മയോട് കെഞ്ചി. തൻ്റെ മകൻ്റെ സന്തോഷത്തിന് വേണ്ടി സാവിത്രി പെട്ടിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ യൂണിഫോം എടുത്ത് അവന് നൽകി. പിറ്റേന്ന് കണ്ണൻ സ്കൂളിലേക്ക് പോകുവാൻ പോലീസ് യൂണിഫോം ധരിച്ച് കണ്ണാടിക്ക് മുൻപിൽ ഒരുക്കം തുടങ്ങി. അച്ഛൻ്റെ യൂണിഫോം അവന് കുറച്ച് വലിപ്പമുണ്ടായിരുന്നെങ്കിലും അവൻ അത് കാര്യമാക്കി എടുത്തില്ല. ആ യൂണിഫോം ധരിച്ചപ്പോൾ അവന് വളരെ സന്തോഷം തോന്നി. അച്ഛൻ കൂടെ ഉള്ളതുപോലെ അവൻ അനുഭവപ്പെട്ടു. അമ്മയോട് യാത്ര പറഞ്ഞ് കണ്ണൻ സ്കൂളിലേക്ക് സന്തോഷത്തോടെ യാത്രയായി. ക്ലാസ്സിൽ എല്ലാവരും ഓരോ വേഷങ്ങൾ ധരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. കണ്ണൻ്റെ വേഷം കണ്ടതും കൂട്ടുകാരടക്കം എല്ലാ കുട്ടികളും പരിഹാസത്തോടെ ചിരിക്കാൻ തുടങ്ങി. എന്താടാ, നിന്നെ ആരാ ചാക്കിൽ കെട്ടിവിട്ടത്? കൂട്ടുകാർ അവനെ കളിയാക്കി ചിരിച്ചു. കുറച്ച് വിഷമമായെങ്കിലും അവനത് കാര്യമാക്കി എടുത്തില്ല. സമ്മാനം ഞാൻ തന്നെ സ്വന്തമാക്കുമെന്ന് മനസ്സിൽ വിചാരിച്ച് അവൻ അങ്ങനെ ഇരുന്നു. കുറച്ചു സമയത്തിന് ശേഷം അധ്യാപകൻ ക്ലാസ് മുറിയിലേക്ക് വന്ന് മത്സരം തുടങ്ങി. ഓരോരുത്തരും പേര് വിളിക്കുന്നതിനനുസരിച്ച് എല്ലാവരുടെയും മുമ്പിൽ ചെന്ന് വേഷം അവതരിപ്പിച്ചു. അങ്ങനെ കണ്ണൻ്റെ ഊഴം വന്നെത്തി. അവൻ അഴവുള്ള വേഷം ധരിച്ച് ക്ലാസ് മുറിയുടെ മുൻപിലെത്തി. എന്നാൽ അവനെ കണ്ടതും അധ്യാപകനും ചിരി സഹിക്കാനായില്ല. ഇത് കണ്ട കുട്ടികളും ചിരി തുടങ്ങി. എല്ലാവരുടെയും മുമ്പിലും താനൊരു പരിഹാസ കഥാപാത്രമായി എന്ന് തോന്നിയ നിമിഷമായിരുന്നു അവനത്. നിറകണ്ണുകളോടെ അവൻ യാതൊന്നും പറയാതെ പതിയെ അവൻ്റെ ബെഞ്ചിൽ പോയിരുന്നു. സന്ധ്യയ്ക്ക് സാവിത്രി ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ കണ്ണൻ വീട്ടുപടിക്കൽ ഉണ്ടായിരുന്നില്ല. വീടിനുള്ളിൽ കയറി അവൾ കണ്ണനെ വിളിച്ചു. എന്നാൽ വിഷമിച്ച് മുറിക്കുള്ളിലിരിക്കുന്ന കണ്ണനെയാണ് അവൾ കണ്ടത്. മകന്റെ അടുത്തു ചെന്ന് കാര്യം ചോദിച്ചെങ്കിലും അവനൊന്നും മിണ്ടാതെ ഇരുന്നു. സാവിത്രി പിന്നെയും എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവൻ എഴുന്നേറ്റ് അച്ഛൻ്റെ യൂണിഫോം അമ്മയ്ക്ക് തിരികെ നൽകി. എന്നിട്ട് ക്ലാസ് മുറിയിൽ ഉണ്ടായ കാര്യം പറഞ്ഞു. സമ്മാനം കിട്ടിയില്ല എന്ന് മാത്രമല്ല, എന്നെ എല്ലാവരും കളിയാക്കി. സാരമില്ലേ, പോട്ടെ എന്നൊക്കെ സാവിത്രി പറഞ്ഞെങ്കിലും അവൻ മൗനമായി തന്നെ നിന്നു. രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ അമ്മ അവനെ വിളിച്ചെങ്കിലും അവൻ മുറിയിൽ നിന്നും പുറത്തു വന്നില്ല. മകന്റെ വിഷമം സാവിത്രിയെയും വല്ലാതെ വേദനിപ്പിച്ചു. രാത്രി ഏറെ വൈകിയെങ്കിലും കണ്ണൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഡയറിയുമായി സാവിത്രി അവൻ്റെ മുറിയിലേക്ക് ചെന്നു.
ഒന്നും മിണ്ടാതെ ആ ഡയറി മേശപ്പുറത്ത് വെച്ചിട്ട് അവൾ പതിയെ ആ മുറിയിൽ നിന്നും പോയി. അമ്മ പോയപ്പോൾ കണ്ണൻ ആ ഡയറിയിലേക്ക് സൂക്ഷിച്ചൊന്ന് നോക്കി. ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ആ, അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് പിറകിലിരിക്കുന്ന ഡയറിയല്ലേ ഇത്, അവൻ മനസ്സിൽ പറഞ്ഞു. അവൻ ആ ഡയറിയുടെ താളുകൾ പതിയെ വായിച്ചു മറച്ചു. അതിലെ ഓരോ വരികളിലും അച്ഛൻ്റെ ആത്മാവുള്ളതുപോലെ. ഡയറിയിലെ അവസാന കുറിപ്പുകൾ വായിച്ചു നിർത്തിയപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തൻ്റെ അച്ഛൻ്റെ ജീവിതത്തിലെ അവസാന നിമിഷത്തിൽ എഴുതിയ ആ വരികൾ അവൻ ഒന്നും കൂടെ വായിച്ചു നോക്കി. നാളെ ഞാൻ അന്വേഷിച്ച ഒരു കേസിൻ്റെ വിധി വരുന്ന ദിവസമാണ്. ഞാൻ ജീവനോടുകൂടി ഇനി ഉണ്ടാവുമോ എന്ന് പോലും എനിക്കുറപ്പില്ല. എങ്കിലും സത്യം ജയിക്കണം. എൻ്റെ ഭാര്യയുടെയും മകൻ്റെയും കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് വിഷമമുള്ളൂ. എങ്കിലും എൻ്റെ മകൻ വലുതാകുമ്പോൾ എൻ്റെ കുടുംബത്തെ സംരക്ഷിച്ചു കൊള്ളുമെന്ന് എനിക്കുറപ്പുണ്ട് എന്ന് സ്നേഹത്തോടെ അച്ഛൻ. ഡയറി വായിച്ചു നിർത്തിയ ശേഷം കണ്ണൻ ചുമരിലെ അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് പിറകിൽ ഡയറി കൊണ്ടുപോയി വെച്ചു. നിറകണ്ണുകളോടെ കുറച്ചു സമയം അവൻ അച്ഛനെ നോക്കി നിന്നു. എന്തു വന്നാലും ഒരു പോലീസ് ഓഫീസർ ആയിത്തീരുമെന്ന് ഉറച്ച മനസ്സോടെയുള്ള നിൽപ്പായിരുന്നു അത്. ചെറിയ അവസരങ്ങൾ നഷ്ടപ്പെട്ടാലും കഠിനമായി പരിശ്രമിച്ചാൽ വലിയ അവസരങ്ങൾ അവനെ തേടിയെത്തുമെന്ന ഉറച്ച വിശ്വാസത്തിൽ കണ്ണൻ അവൻ്റെ ആഗ്രഹത്തിന് വേണ്ടി ശ്രമം തുടങ്ങി. കണ്ണൻ്റെ അച്ഛൻ മരിച്ചിട്ട് 18 വർഷം തികയുന്ന ദിവസമാണിന്ന്. അവൻ അച്ഛൻ്റെ ഡയറി ഒന്നുകൂടി മറിച്ചു നോക്കി. ഡയറി തിരികെ ഫോട്ടോയുടെ പിറകിൽ വെച്ച് അവൻ മുറിയിലേക്ക് ചെന്നപ്പോൾ ഇന്ന് ഇട്ടുകൊണ്ട് പോകുവാനുള്ള യൂണിഫോം അമ്മ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. യൂണിഫോം ഇട്ട് അവൻ കണ്ണാടിക്ക് മുമ്പിൽ ഒന്ന് നിവർന്നു നിന്നു. ആഗ്രഹിച്ചതുപോലെ സ്വന്തം നാട്ടിലെ പോലീസ് ഓഫീസർ ആയതിൻ്റെ അഭിമാനമായിരുന്നു അവൻ്റെ മുഖത്ത്. അച്ഛൻ കുറിച്ച വാക്കുകളിലെ സത്യസന്ധതയും കർത്തവ്യബോധവും നിലനിർത്തുമെന്ന ദൃഢനിശ്ചയത്തോടെ അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹവുമായി അവൻ സന്തോഷത്തോടെ പടിയിറങ്ങി.